വിവാഹ പൊരുത്തങ്ങൾ. കേരളത്തിൽ വിവാഹ പൊരുത്തങ്ങളായി സാധാരണ നോക്കുന്നത് 10 പൊരുത്തങ്ങളാണ്. അവ ദിനപ്പൊരുത്തം, ഗണപ്പൊരുത്തം, മകേന്ദ്രപ്പൊരുത്തം, സ്ത്രീദീർഘപ്പൊരുത്തം, യോനിപ്പൊരുത്തം, രാശിപ്പൊരുത്തം, രാശാധിപപ്പൊരുത്തം, വശ്യപ്പൊരുത്തം, രജുപ്പൊരുത്തം, ഭേദപ്പൊരുത്തം എന്നിവയാണ്. പൊരുത്തങ്ങളുടെ ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1. ദിനപ്പൊരുത്തം. പങ്കാളിക്ക് നല്ല ആരോഗ്യവും ദീർഘായുസ്സും. 2. ഗണപ്പൊരുത്തം. പങ്കാളിക്ക് അഭിവൃദ്ധി. 3. മഹേന്ദ്രപ്പൊരുത്തം. സത്സന്താനഭാഗ്യം. 4. സ്ത്രീ ദീർഘപ്പൊരുത്തം. നാനാവിധ അഭിവൃദ്ധി. 5. യോനിപ്പൊരുത്തം. പങ്കാളിക്ക് ലൈംഗിക ബന്ധത്തിലുള്ള അനുരൂപത സൂചിപ്പിക്കുന്നു. 6. രാശിപ്പൊരുത്തം. കുടുംബജീവിതത്തിലുള്ള അഭിവൃദ്ധി. 7. രാശാധിപപ്പൊരുത്തം. പങ്കാളികളെ കൂടുതൽ സ്നേഹവാത്സല്യങ്ങളുള്ളവരാക്കി തീർക്കുകയും വൈവാഹിക ജീവിതം സന്തുഷ്ടമാക്കുകയും ചെയ്യുന്നു. 8. വശ്യപ്പൊരുത്തം. പരസ്പര ആകർഷണത്തെ ശക്തിപ്പെടുത്തുകയും തന്മൂലം വൈവാഹിക ജീവിതം സന്തുഷ്ടമാവുകയും ചെയ്യുന്നു. 9. രജുപ്പൊരുത്തം. ദീർഘവും ഭദ്രവുമായ കുടുംബജീവിതം ഉറപ്പാക്കുന്നു. മംഗല്യദോഷം ഒഴിവാക്കാൻ ഇത് അത്യാവശ്യമാണ്. 10. ഭേദപ്പൊരുത്തം. വൈവാഹിക ജീവിതത്തിലെ അസന്തുഷ്ടി തടയുകയും ദമ്പതികൾക്കിടയിൽ ശക്തമായ ആത്മബന്ധം ഉറപ്പാക്കുകയും ചെയ്യുന്നു. മേൽപ്പറഞ്ഞ 10 വിധത്തിലുള്ള പൊരുത്തങ്ങളിൽ ദിനപ്പൊരുത്തം, രാശിപ്പൊരുത്തം, ഗണപ്പൊരുത്തം, യോനിപ്പൊരുത്തം, രജുപ്പൊരുത്തം എന്നീ പൊരുത്തങ്ങൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ചില വിദഗ്ധരുടെ അഭിപ്രായവും സ്ത്രീ പുരുഷ ജാതകങ്ങൾക്കിടയിൽ രജുപ്പൊരുത്തമോ ഭേദപ്പൊരുത്തമോ കാണപ്പെടാത്ത പക്ഷം മറ്റ് 8 വിധത്തിലുള്ള പൊരുത്തങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും ആ ജാതകങ്ങൾ പൊരുത്തമുള്ളതായി കണക്കാക്കാൻ പാടില്ല. എന്നാൽ മേൽപ്പറഞ്ഞ 5 വിധത്തിലുള്ള പൊരുത്തങ്ങളുടെയും അഭാവത്തിൽ സ്ത്രീ പുരുഷ ജാതകം പൊരുത്തമുള്ളതായി കണക്കാക്കാനാവില്ല എന്നാണ് ഭൂരിപക്ഷം വിദഗ്ധരുടെയും അഭിപ്രായം.